ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പരിചയപ്പെടുത്തി, രാജീവ് എന്നാണ്, തൃശ്ശൂരാണ് സ്വദേശം. 1993 മുതൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ യാദൃശ്യമായി ബിസിനസ്സിലേക്ക് കടന്നു വന്നതാണ്. ഒരു സുഹൃത്താണ്, ഒരു ക്ലയൻ്റാണ് എൻ്റെ ഓഫീസിൽ വന്ന് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയത്. ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയ സമയത്ത് ഇവിടെ മാഡം പറഞ്ഞ പോലെ 2-3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. അത് എനിക്ക് ഉപയോഗിക്കാൻ മാത്രമായിരുന്നില്ല, കുറച്ച് സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചു, കുറച്ച് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞത് മറന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ള പേസ്റ്റ് സോപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചില ആളുകളൊക്കെ ആ പേസ്റ്റ് വേണം, സോപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്കിത് എവിടെ കിട്ടുന്ന പോലും അറിയില്ല. അപ്പൊ ഞാനിത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. എൻ്റെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു എവിടെ കിട്ടും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം, ഓഫീസിൽ വരാം. അങ്ങനെ ഓഫീസിൽ വന്ന് എവിടെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. അന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുമായിരുന്നില്ല. ഇവിടെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ അന്ന് കോയമ്പത്തൂർ പോയി മേടിക്കണമായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു അധിക വരുമാനത്തിന് സാധ്യത ഉണ്ട്, അത് വേണോന്ന് എന്നോട് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരും അധിക വരുമാനത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഞാനും അത് ആഗ്രഹിച്ച് കോളേജ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കാലം തൊട്ട് തന്നെ അഡീഷണൽ ഇൻകത്തിന് വേണ്ടി പല ട്രഡീഷണൽ ആയിട്ട് പല ബിസിനസ്സുകളും, കമ്പ്യൂട്ടറിന്റെ പെരിഫറൽസിന്റെ ബിസിനസ്സും അതുപോലെ പല ബിസിനസ്സും ഞാൻ ചെയ്തതാണ്. അതിലൊക്കെ കുറച്ച് കൈകൊള്ളി പൈസയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമുണ്ട്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഈ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കാറാണ്, ഒന്നും ഇതെനിക്ക് ഇത് മുതൽ കൊടുക്കാനില്ല, ആ റിസ്ക് ഞാൻ എടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എന്നെ വളരെ ആകർഷിച്ചത്. അദ്ദേഹം പറഞ്ഞു ഒന്നും ഇതിൽ ഇനി മുതൽ മുടക്കണ്ട. അപ്പൊ അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഇത് പറഞ്ഞു, സാറ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചല്ലോ, ഇനി ഒന്നും മുതൽ മുടക്കണ്ട, പിന്നെ എങ്ങനെ വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു 1000 രൂപയ്ക്ക് ആഴ്ചയിൽ കിട്ടും. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബുള്ളറ്റ് ബൈക്ക് മേടിക്കണമെന്ന്. അന്നത്തെ സമയത്ത് ബുള്ളറ്റ് ബൈക്ക് മേടിക്കണമെങ്കിൽ 4700 രൂപ EMI വേണമായിരുന്നു. അപ്പൊ ആഴ്ചയിൽ 1000 കിട്ടിയാൽ മാസം 4000, പിന്നെ 700 കണ്ടെത്തിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം എന്നെ എറണാകുളത്തേക്ക് നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് ഒരു ശനിയാഴ്ച എറണാകുളം ഒരു ഹോളിൽ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ അവിടെയാണ് ശരിയായിട്ടുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായത്. അവിടെ ഞാൻ 1000 പ്രതീക്ഷിച്ചു പോയ സ്ഥലത്ത് ഇതിനേക്കാൾ 10 മടങ്ങ് വരുമാനം കിട്ടുന്ന നിരവധി ആളുകളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിന്നീട് പലപ്പോഴും ഇദ്ദേഹം എന്നെ വിളിച്ചു ട്രെയിനിങ്ങിനൊന്നും വിളിച്ചില്ലെങ്കിലും അവിടെ അവർക്ക് കിട്ടുന്ന കണ്ടപ്പോൾ എനിക്കും ഇതെങ്ങനെ കിട്ടാമെന്ന് അറിയാനായി പല ശനിയാഴ്ചകളുമായി ഞാൻ ഈ എറണാകുളത്ത് എത്തിപ്പെട്ടപ്പോ എനിക്ക് 1-2 തിരിച്ചറിവുകൾ ഉണ്ടായി. എന്റെ പ്രൊഫഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു സർവീസ് ഓറിയന്റഡ് പ്രൊഫഷനാണ്. അതില് ഒരു വരുമാനം കൂട്ടണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ കേസ് കൂടണമെന്ന് ആഗ്രഹിക്കണം. അത് ചെയ്യാൻ പാടുമോ? കേസ് കൂടാൻ അടിപിടി, നാട്ടിൽ അടിപിടി കേസ് കൂടണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്റെ വരുമാനം, എന്റെ സ്വപ്നങ്ങളും പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ്. അതിൽ വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യപ്പെട്ടത്. അപ്പൊ ഇവിടെ അത് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ടീമായിട്ട് നിന്ന് പണിയെടുത്താൽ മാത്രമേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് മനസ്സിലായപ്പോ ഇതൊന്ന് സീരിയസ് ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു 2-3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രൊഫഷനിൽ ഊരി പോരാൻ പറ്റാത്തതുകൊണ്ട് പതുക്കെ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത്. ഞാൻ 2-2.5 വർഷം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. പാർട്ട് ടൈം ആയിട്ട് ചെയ്തതിന് ശേഷം ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ പല ആളുകളെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പല ആളുകളെയും ബിസിനസ് പറയാനായിട്ട് ടീമായിട്ട് സഞ്ചരിച്ചു. അങ്ങനെ വന്നപ്പോൾ വരുമാനം കൂടി വന്നപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ ബിസിനസ് ഒരു ഏത് തിരഞ്ഞെടുക്കണം, ഏത് കരിയർ ആയിട്ട് തിരഞ്ഞെടുക്കണം, നിലവില് 10-25 കൊല്ലം പ്രവർത്തിക്കുന്ന ഫീൽഡ് സ്ഥിരമാക്കണോ അതോ MI സ്റ്റൈല് കരിയർ ആയിട്ട് എടുക്കണോ എന്നൊരു തീരുമാനിക്കേണ്ട ഘട്ടം വന്നപ്പോ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചത് MI സ്റ്റൈലിനോടൊപ്പം നിൽക്കാമെന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ വന്നിട്ടുള്ളത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. ഞാൻ എത്ര ബാങ്കിന്റെ ലീഗൽ അഡ്വൈസർ ആണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ കൊല്ലം പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നാളെ ഞാനില്ലെങ്കിൽ എന്റെ ജോലി എന്റെ വീട്ടുകാർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല, ആ വരുമാനം അവർക്ക് കിട്ടുകയില്ല. പക്ഷേ ഇവിടെ ഞാനൊരു ടീമിനെ ഉണ്ടാക്കിയിട്ടാൽ, എന്റെ കൂടെ നിരവധി ആളുകളുടെ ടീമിനെ ഉണ്ടാക്കിയിട്ടാൽ നല്ല ഉൽപ്പന്നങ്ങളാണ്. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചെടുത്തോളും.
അതേപോലെ തന്നെ അവരുടെ വരുമാനത്തിന് വേണ്ടി തുടങ്ങിയതായതുകൊണ്ട് ഞാനില്ല എന്നുള്ള കാരണം കൊണ്ട് അവരാരും ബിസിനസ് നിർത്തില്ല. തീർച്ചയായിട്ടും എന്റെ നോമിനിയായിട്ട് വെച്ചിട്ടുള്ള എന്റെ വൈഫിനും അവർക്ക് കാലശേഷം എന്റെ മക്കൾക്കും ഈ വരുമാനം കിട്ടും എന്നുള്ള തിരിച്ചറിവില് ആണ് ഞാൻ ഈ ബിസിനസ് കരിയറായിട്ട് എടുക്കാൻ തീരുമാനിച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഈ ലോകത്തിലില്ല. എന്ത് നേട്ടം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് എന്റെ കരിയറിൽ ഞാൻ എന്റെ പ്രൊഫഷനിൽ ഉണ്ടാക്കാൻ പറ്റാത്ത വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് 6 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സായിട്ടാണ് ഇത് കാണുന്നത്. അത് പലപ്പോഴും കാണുന്നത് ഇന്ന് തുടങ്ങി നാളെ വലിയ പണക്കാരനാവുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രയോ വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞും ഒരേ പ്രൊഫഷനിൽ പല ജോലികളും ചെയ്ത് 30, 35, 40 വർഷങ്ങൾ പല മേഖലയിലും പ്രവർത്തിച്ച് അവിടെ ഒന്നുമല്ലാതെ നമ്മൾ പിന്നെയും വീണ്ടും പല പണിക്കും പോയിട്ട് ജീവിതത്തിൽ നേടാനാവാതെ പോലെ നിൽക്കുന്നുണ്ട്. മനസ്സിലാക്കുക, അത്രയും കൊല്ലം കഴിഞ്ഞ് ജീവിതത്തിൽ പല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റാത്ത തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുക, അത്രയും കൊല്ലം കളയാനല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, വലിയൊരു വർക്കിംഗ് ഫോഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകാൻ കഴിഞ്ഞാൽ ആ വർക്കിംഗ് ഫോഴ്സിലൂടെ നമുക്ക് ചുരുങ്ങിയ വർഷങ്ങളിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു വലിയ കടബാധ്യത ഉണ്ടായിട്ടല്ല ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വന്നത്. വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഈ കടന്നു വന്നത്. ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഇന്ന് ഇതുപോലെ ജെനുവൻ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ നമുക്കില്ല. ഇത്രയും ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിലോ ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു, ഇതിനെ നന്നായി പഠിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറ്റുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഞാൻ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കുന്ന കാഴ്ചപ്പാട് വ്യത്യാസമാണ്. നമ്മൾ പക്ഷെ ഒരേ സ്ഥലത്തേക്ക് പല ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ കാഴ്ചപ്പാടുകൾ ആഗ്രഹങ്ങൾ വലുതാണ്, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി ഒറ്റ പ്രവൃത്തിയേ ചെയ്യുള്ളൂ. നമ്മൾ ഒരേ ജോലിയെ ചെയ്യുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാണ്. വലിയ വീട് വെക്കണം, വലിയ കാർ മേടിക്കണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി എന്താ? 10 കിട്ടണമെന്ന ആഗ്രഹം, പക്ഷെ എന്നും 5+5 അല്ലെങ്കിൽ 1+1 കൂട്ടിക്കൊണ്ടിരിക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു അക്കം മാറ്റണ്ടേ? 1+9 മാറ്റണം, അല്ലെങ്കിൽ 5+ ആക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താലേ 10 കിട്ടുള്ളൂ. നമ്മളെല്ലാവരും എന്താണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവാം. ഞാനിത് വ്യത്യസ്തമായി ചിന്തിച്ചതിന്റെ ഒരു ഒരു വ്യക്തമായ ഉദാഹരണം എന്ന് വെച്ചാൽ ഈ കോവിഡ് സമയത്താണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. കോവിഡിന്റെ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളും പ്രതിസന്ധിയിലായ സമയത്ത് തന്നെ എന്റെ അഡ്വക്കേറ്റിന്റെ പ്രൊഫഷനും വലിയ പ്രതിസന്ധിയിലുമായ കാലഘട്ടമാണ്. ക്ലയൻസ് വരാണ്ട് ഒരിക്കലും അഡ്വക്കേറ്റ്സിന് അവർക്കും വരുമാനമില്ല, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ആ സമയത്താണ് സുപ്രീം കോടതി പറഞ്ഞത് എന്തെങ്കിലും വേറെ വരുമാന മാർഗം കൂടി വക്കീൽമാർക്ക് നോക്കിക്കോളാൻ പറഞ്ഞു. യഥാർത്ഥത്തില് ആ സമയത്താണ് വലിയ ബൂമ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായത്. യഥാർത്ഥത്തില് എല്ലാ ആഴ്ചയിലും മറ്റ് 4000 അഡ്വക്കേറ്റ്സ് തൃശ്ശൂരിലെ ബാർ അസോസിയേഷനിലെ പ്രതിസന്ധിയിലായിരിക്കുമ്പോ ആ എല്ലാ ആഴ്ചയിലും വരുമാനം തന്നത് MI ലിസ്റ്റിലും കൂടെ എനിക്ക് തന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. മാറി ചിന്തിക്കാൻ തയ്യാറാവുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കാൻ തയ്യാറാവുക. നാട്ടിൽ കച്ചവടമില്ല എന്ന് നാട്ടുകാർ മുഴുവൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ആമസോണും ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾ സമ്മർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് 9,000-10,000 കോടിയുടെ ബിസിനസ്സാണ് കൊണ്ടുപോയത്. നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മൾ ജീവിക്കുന്ന ലോകമേതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ സാധിക്കണം. പണ്ട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആയിരങ്ങൾ 10,000 ലാഭം കിട്ടുന്നതാണെങ്കിൽ ഇന്ന് കൂടുതൽ ഏരിയയിലേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്കും നമ്മളുടെ വലിയ പണമുടക്കില്ലാതെ എല്ലാ ഏരിയയിലേക്കും 1000-ഓളം ഔട്ട്ലെറ്റുകൾ ലോകത്ത് ഇന്ത്യയിൽ മുഴുവനുണ്ട്. ഇവിടെ കേരളത്തിൽ മാസം 30ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഇവിടെ മുഴുവൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരു ശൃംഖല നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ, 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേത് ബിസിനസ്സുകാരനെ പോലെ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജെനുവിൻ പ്രൊഡക്റ്റുകൾ, നല്ല മാനേജ്മെന്റ്, ശക്തമായിട്ടുള്ള ലീഡേഴ്സ് ഉള്ള വലിയ മീറ്റിംഗ് സെന്ററുകൾ, ഇതുപോലെയുള്ള എല്ലാ തരത്തിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ള ഒരു ബിസിനസ്സാണ്. ഇവിടെ പുതുതായിട്ട് വന്ന വ്യക്തികളെ നന്നായിട്ട് ഇതിനെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് വരുമാനം വേണോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണോ? ഈ ബിസിനസ്സിനെ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് സഞ്ചരിക്കുന്ന ഏകദേശം 26 ലക്ഷം വിലയുള്ള XUV പ്രീമിയം വെഹിക്കിളാണ് ഞാൻ പറയുന്നത്. XUV 700 ആണ്.
ഇന്ന് കമ്പനിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻ മലേഷ്യയിൽ വെച്ച് നടത്തി പങ്കെടുക്കാൻ സാധിച്ചു. അതേപോലെ നിരവധി വിദേശയാത്രകൾ നടത്താൻ കഴിച്ചു. ഇന്ന് കേരളത്തില് അകത്തും പുറത്തുമായിട്ട് ഏകദേശം 15,000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പേന പോലും വിൽക്കാൻ അറിയാത്ത ഞാൻ ഇന്ന് 15 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ പ്രധാനം. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വന്ന പല ആളുകളെയും അവരുടെ സ്വന്തം കാറുകളിലേക്കും വാഹനങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തിയ കുന്നംകുളം സ്വദേശിയായിട്ടുള്ള നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ എന്റെ അതേ റാങ്കിലേക്ക് എനിക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്തായാലും എനിക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ധാരാളം ലീഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു കൺക്ലൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എനിക്ക് കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതില് ശരിക്കും പറഞ്ഞാൽ ഇതേ സ്റ്റേജിൽ ഒരു NTC ലീഡർ എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് നിങ്ങൾ കയറിയത് കണ്ടല്ലോ. ഇതുപോലെ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും അതിന് അങ്ങനെ ഒരു അവസരം തന്നതിന് അൽത്താഫ് സാറിനോട് എന്തായാലും വളരെയധികം നന്ദി ഇവിടെ ഓരോ ലീഡേഴ്സിനോട് ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അവസരമാണ്. നമുക്ക് ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാം. എന്നോട് വന്ന് ചോദിച്ചപ്പോ ഞാൻ ഒന്ന് വേണോ വേണ്ടോ എന്ന് സംശയിച്ചു. പക്ഷെ അവസരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് വിജയിക്കുന്നത്, ആണല്ല? ഒന്ന് സംശയിച്ചവിടെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആൾക്കാരില്ലേ? ഇവിടെ റഫീഖ് സാറിനെ പോലെയുള്ള ഷംസീർ സാറിനെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലെ? അപ്പോ ഞാനൊന്ന് സംശയിച്ചതിന്റെ നഷ്ടം ആർക്കാണ്? എനിക്ക് കിട്ടിയ അവസരം ഞാൻ കളയാൻ പാടില്ല. തീർച്ചയായിട്ടും എനിക്ക് തൊണ്ടയ്ക്കത്ര സുഖമില്ല എങ്കിൽ പോലും എന്റെ ടീമോട് വന്നിട്ട് തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ സംസാരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് ആർക്കെങ്കിലും വേണ്ട. അതും എന്റെ ഒരു ഈ പ്രൊഫഷന്റെ ഈ ഒരു ബിസിനസിന്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഓരോ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. കമ്പനിയുടെ മാനേജ്മെന്റിനോട് ഇവിടെ എല്ലാവരും നന്ദി പറയുന്നു. എന്തായാലും എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് വളരെ വ്യക്തമായിട്ടും നമുക്കിവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത് തന്ന SCC ലീഡറായിട്ടുള്ള ജുനൈസ് സാറിനെ ഒരു നല്ലൊരു നന്ദി നമുക്ക് രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഇവിടെ മനോഹരമായിട്ട് വളരെ വ്യക്തമായിട്ട്